പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്നും ഒരു റിക്രൂട്ട്മെന്റ് വിളിച്ചിരുന്നു. ആ റിക്രൂട്ട്മെന്റിലേക്ക് അപേക്ഷ അയക്കുന്ന ആപ്ലിക്കേഷൻ ഫോം എങ്ങനെ ഫില്ലപ്പ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. സോ ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് പരീക്ഷ ആപ്പ് എന്ന ഓൺലൈൻ എക്സാം പ്രിപ്പറേഷൻ ആപ്പാണ്. ഈ ആപ്പിൽ നിന്നും SSC GD, അതുപോലെ തന്നെ ആർമി, നേവി, എയർഫോഴ്സ് കൂടാതെ ഇന്ത്യയിലെ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ്റെയും കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിൻ്റെ ആൻസേഴ്സും, മോഡൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും, ഇനി വരാൻ പോകുന്ന എക്സാമിനേഷന് പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻസും ആൻസേഴ്സും കൂടാതെ ഡെയിലി ഓൺലൈൻ ടെസ്റ്റ് 90 ദിവസത്തേക്ക് ലഭിക്കുന്നതാണ്. ഈ കംപ്ലീറ്റ് പാക്കേജ് സജിത്ത് 15 എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് 149 രൂപയ്ക്ക് 90 ദിവസത്തേക്ക് അല്ലെങ്കിൽ 3 മാസത്തേക്ക് ലഭിക്കുന്നതാണ്. ഈ ആപ്പിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതുപോലെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തേക്കാം. സോ ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ആപ്ലിക്കേഷൻ ഫോം. ഈ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഈ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യുക. അതും A4 സൈസ് പേപ്പർ വേണം നമ്മൾ ഇത് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഏതൊക്കെ പോസ്റ്റുകളുണ്ട് അതിൻ്റെ യോഗ്യതയും കൂടി ഒന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ റിക്രൂട്ട്മെൻറ്റിൽ ധാരാളം കമാൻഡുകളുണ്ട്. ഓരോ കമാൻഡുകളിലും വേക്കൻസി ഒരുപാടുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് ഓരോ തസ്തികയും റിപ്പീറ്റ് ആയിട്ടും വന്നിട്ടുണ്ട് ഓരോ കമാൻഡുകളിൽ. അപ്പോൾ നമുക്ക് നോക്കാൻ പോകുന്നത് ഓരോ തസ്തികയും അതിൻ്റെ പേ സ്കെയിലും യോഗ്യതയുമാണ്. ഒന്നാമതായി കൊടുത്തിരിക്കുന്ന സ്റ്റോറാണ്. ലെവൽ 4 പേ സ്കെയിലാണ്. ഗ്രാജുവേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. LDC ലെവൽ 2 പേ സ്കെയിൽ +2 പാസ്സർക്ക് അപ്ലൈ ചെയ്യാം. ഹിന്ദി ടൈപ്പിസ്റ്റ് ലെവൽ 2 പേ സ്കെയിൽ +2 പാസ്സർക്ക് അപ്ലൈ ചെയ്യാം. സ്റ്റോർ കീപ്പർ ലെവൽ 2 പേ സ്കെയിൽ +2 പാസ്സർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. സിവിലിയൻ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് ഡ്രൈവർ ലെവൽ 2 പേ സ്കെയിലാണ്. 10ാം ക്ലാസ്സും ലൈസൻസും ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. കുക്ക് ഓർഡിനറി ഗ്രേഡ് ലെവൽ 2 പേ സ്കെയിൽ 10ാം ക്ലാസ്സും 1 വർഷത്തെ എക്സ്പീരിയൻസും ഉള്ളവർക്ക് അപേക്ഷിക്കാം. പെയിൻറ്റർ സ്കിൽഡ് ആണ്. ലെവൽ 2 പേ സ്കെയിൽ 10ാം ക്ലാസ്സും ITI സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. കാർപ്പൻ്റർ സ്കിൽഡ് ആണ്. ലെവൽ 2 പേ സ്കെയിലാണ്. 10ാം ക്ലാസ്സും ITI സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ലെവൽ 1 പേ സ്കെയിലാണ്. 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. മെസ് സ്റ്റാഫ് ലെവൽ 1 പേ സ്കെയിലാണ്. 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നല്ലതാണ്, എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും അപേക്ഷിക്കാം. അടുത്തത് MDS ആണ്. ലെവൽ 1 പേ സ്കെയിലാണ്. 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഈ തസ്തികയിലേക്കെല്ലാം വനിതകൾക്കും അപേക്ഷിക്കാം. സോ ഫ്രണ്ട്സ്, ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 18 മുതൽ 25 വയസ്സ് വരെ അൺറിസർവ്ഡ് അല്ലെങ്കിൽ ജനറൽ കാൻഡിഡേറ്റ്സിനും ഇതിൽ 3 വർഷത്തുള്ളത് OBCക്കും 5 വർഷത്തുള്ളത് SC/ST കാൻഡിഡേറ്റ്സിനും ലഭിക്കുന്നതാണ്. സോ ഫ്രണ്ട്സ്, നമുക്ക് ആപ്ലിക്കേഷൻ ഫോമിലേക്ക് പോകാം. ആദ്യം നമുക്ക് ആപ്ലിക്കേഷൻ ഫോം എങ്ങനെ ഫില്ലപ്പ് ചെയ്യാം എന്നതിനെക്കുറിച്ച് നോക്കാം. അതിനുശേഷം എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആവശ്യമായിട്ടുണ്ടെന്ന് നോക്കാം. ഒന്നാമതായി പറഞ്ഞിരിക്കുന്നത് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ്, ഏത് പോസ്റ്റാന്ന് വെച്ചാൽ അവിടെ എഴുതുക. MDS എങ്കിൽ MDS, SKS എങ്കിൽ SKS, ഏതാണെന്ന് വെച്ചാൽ അവിടെ എഴുതുക. ഇൻ ഡാഷ് യൂണിറ്റ്. അപ്പോൾ നമുക്ക് യൂണിറ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, യൂണിറ്റ് എന്ന് പറയുന്നത് ഈ പോസ്റ്റൽ അഡ്രസ്സ് തന്നെയാണ്. യൂണിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ കൊടുത്തിരിക്കുന്ന എല്ലാ യൂണിറ്റുകളാണ്. ഓരോ യൂണിറ്റിലും ഓരോ വേക്കൻസി റിപ്പീറ്റായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് യൂണിറ്റിലേക്കാണ് അപേക്ഷിക്കുന്നത് ആ യൂണിറ്റ് വേണം അവിടെ എഴുതാനായിട്ട്. പോസ്റ്റൽ അഡ്രസ്സും ഇത് തന്നെയാണ്, വ്യത്യാസം ഒന്നും തന്നെ ഇല്ല. അപ്പോൾ പോസ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്, പോസ്റ്റൽ അഡ്രസ്സും കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ വേക്കൻസി നോക്കുക, ഏത് പോസ്റ്റിലേക്കാണ് അപേക്ഷിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് നോക്കുക. എന്നിട്ട് നമ്മൾ പോസ്റ്റൽ അഡ്രസ്സ് അവിടേക്കാണ് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ ഫ്രണ്ട്സ്, ഒന്നാമതായി കൊടുത്തിരിക്കുന്നത് പോസ്റ്റ് അപ്ലൈഡ് ഫോർ, അതേതാണെന്ന് വെച്ചാൽ അവിടെ എഴുതുക. ഏത് പോസ്റ്റാണെന്ന് വെച്ചാൽ എഴുതുക. നെയിം ഓഫ് കാൻഡിഡേറ്റ് ഇൻ ബ്ലോക്ക് ലെറ്റർ, ക്യാപിറ്റൽ ലെറ്ററിൽ കാൻഡിഡേറ്റിനെ ഫുൾ നെയിം, 10ാം ക്ലാസ്സിൽ എന്താണോ പേര് അത് ഫുൾ നെയിമായിട്ട് അവിടെ എഴുതുക. പിന്നെ കൊടുത്തിരിക്കുന്നത് ഫാദേഴ്സ് നെയിമാണ്, അച്ഛൻ്റെ പേര് എഴുതുക. ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുക. ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുമ്പോൾ നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റ് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് കോപ്പി വെച്ചിരിക്കണം. ഏജ് ആസ് ഓൺ ദ ലാസ്റ്റ് ഡേറ്റ്, അപേക്ഷിക്കുന്ന തീയതിയിലെ ഏജ് അവിടെ എഴുതണം. മാത്രമല്ല സൈഡിൽ ഒരു ഫോട്ടോഗ്രാഫ് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് ഒട്ടിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. കൂടാതെ അടുത്തത് പറഞ്ഞിരിക്കുന്നത് അഡ്രസ് ഫോർ കറസ്പോണ്ടൻസ്, ആദ്യം വീട്ടു നെയിം എഴുതുക, പോസ്റ്റ് ഓഫീസ് നെയിം എഴുതുക, ഡിസ്ട്രിക്റ്റ് എഴുതുക, സ്റ്റേറ്റ് എഴുതുക, പിൻകോഡാണ് അവിടെ എഴുതേണ്ടത്. പിന്നീടും ചോദിച്ചിട്ടുണ്ട് പെർമനൻറ്റ് അഡ്രസ്സ് എന്ന്. പെർമനൻറ്റ് അഡ്രസ്സ് വീട്ടുപേര് എഴുതുക, പോസ്റ്റ് ഓഫീസ് എഴുതുക, ഡിസ്ട്രിക്റ്റ് എഴുതുക, സ്റ്റേറ്റ് എഴുതുക, പിൻകോഡ് എഴുതുക. പിന്നീട് പറഞ്ഞിരിക്കുന്നത് കാസ്റ്റാണ്. ജനറൽ, OBC, SC/ST, ഏത് കാസ്റ്റാണെന്ന് വെച്ചാൽ അവിടെ എഴുതുക. OBC, SC/ST കാൻഡിഡേറ്റ്സ് സെപ്പറേറ്റ് ആയിട്ട് ഒരു സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കാസ്റ്റ് സർട്ടിഫിക്കറ്റും കൂടി വെക്കേണ്ടതായിട്ടുണ്ട്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ഉണ്ടോ അതെല്ലാം അവിടെ എഴുതുക. കൂടാതെ അതിൻ്റെ കോപ്പി സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് വെക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. വേറെ എന്തെങ്കിലും ക്വാളിഫിക്കേഷനോ എക്സ്പീരിയൻസോ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉണ്ടെങ്കിൽ അവിടെ എഴുതുക, ഇല്ലെങ്കിൽ അവിടെ എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ 11ാമത് ചോദിച്ചിരിക്കുന്നത് പിന്നെ അവിടെ കാറ്റഗറി ഏതാണെന്ന് വെച്ചാൽ ചോദിച്ചിട്ടുണ്ട്. ജനറൽ ആണോ, OBC ആണോ, SC ആണോ, ST ആണോ,
എന്ന് ചോദിച്ചിട്ടുണ്ട്. അടുത്ത ടെക്നിക്കൽ ട്രെയിനിങ്ങോ എക്സ്പീരിയൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ എഴുതേണ്ടതായിട്ടുണ്ട്. പിന്നെ ചോദിച്ചിരിക്കുന്നത് ഡൊമസൈലാണ്. ഡൊമസൈൽ ചോദിച്ചിട്ടുണ്ട്. കൂടാതെ ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് കോപ്പി ആയിട്ട് നമ്മൾ സ്വന്തമായി സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് സ്വന്തമായി സൈൻ ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. 14 പറഞ്ഞിരിക്കുന്നത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട് എസ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പരും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ പേരും അവിടെ മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. കൂടാതെ 15 കൊടുത്തിരിക്കുന്നത് സെൽഫ് ഡിക്ലറേഷനാണ്. നമ്മൾ ഡേറ്റും എഴുതണം. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഡേറ്റും റൈറ്റ് സൈഡിൽ നമ്മുടെ സിഗ്നേച്ചറും ഇടേണ്ടതായിട്ടുണ്ട്. അടുത്തത് ഫോർ ഒഫീഷ്യൽ റെക്കോർഡ് ഉള്ളി. അവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്നും ചെയ്യരുത്. അടുത്തതായി പറഞ്ഞിരിക്കുന്നത് അക്നോളജ്മെൻറ്റ് കാർഡാണ്. അക്നോളജ്മെൻറ്റ് കാർഡിൽ പോസ്റ്റ് അവിടെ എഴുതുക, നെയിം എഴുതുക, ഫാദേഴ്സ് നെയിം എഴുതുക, അഡ്രസ് ഫോർ കറസ്പോണ്ടൻസ്, വീട്ടുപേര്, പോസ്റ്റ് ഓഫീസ്, ഡിസ്ട്രിക്റ്റ്, സ്റ്റേറ്റ്, പിൻകോഡ് തുടങ്ങിയ കാര്യങ്ങൾ അവിടെ എഴുതേണ്ടതായിട്ടുണ്ട്. അത്രയും നമ്മൾ ഫില്ലപ്പ് ചെയ്താൽ മതിയാകും. ഇൻട്രസ്റ്റ് നമ്പറും വെന്യൂ റിട്ടൺ ടെസ്റ്റൊക്കെ അവർ എഴുതുന്നതാണ്. മാത്രമല്ല സൈഡിൽ പേസ്റ്റ് സെൽഫ് അറ്റസ്റ്റ് ഫോട്ടോഗ്രാഫ് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഫോട്ടോ ഒട്ടിച്ച് അവിടെ ആ ഫോട്ടോയ്ക്ക് പകുതി അതുപോലെ തന്നെ ആ പേജിലും പകുതിയായിട്ട് നമ്മുടെ സൈൻ ഇടണം എന്നും പറഞ്ഞിട്ടുണ്ട്. ഇത്രയാണ് നമ്മൾ ഫില്ലപ്പ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അടുത്ത് നമുക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് അപേക്ഷിക്കുമ്പോൾ ആവശ്യമായിട്ട് ഉണ്ടെന്ന് നോക്കാം. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് വെച്ചിരിക്കണം. കൂടാതെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് OBC SC ST കാൻഡിഡേറ്റ്സ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് നിർബന്ധമായിട്ടും വെച്ചിരിക്കണം. അടുത്തത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയാണ്. ആരും ഒറിജിനൽ ഒന്നും വെക്കാൻ പാടില്ല. കോപ്പി സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഡൊമസൈൽ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് വെക്കണം. കൂടാതെ ഈ ആപ്ലിക്കേഷൻ ഫോമുമാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല അപേക്ഷിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. നമുക്ക് സ്പീഡ് പോസ്റ്റോ രജിസ്റ്റേർഡ് പോസ്റ്റോ ഏത് പോസ്റ്റിൽ വേണമെങ്കിലും അപേക്ഷിക്കാം. പക്ഷേ അപേക്ഷിക്കുന്ന കവറിൻ്റെ മുകളിൽ ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഏത് പോസ്റ്റിലേക്കാണെന്ന് വ്യക്തമായിട്ട് എഴുതിയിരിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഒരു എക്സ്ട്രാ എൻവലപ്പ് നമ്മൾ അപേക്ഷിക്കുന്ന കവറിൻ്റെ ഉള്ളിൽ വെക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. അതും 10 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ച് തന്നെ വെക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൂടാതെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫും ഇതിനുള്ളിൽ വെക്കണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും വെക്കണം. നമുക്ക് അപേക്ഷിക്കുന്ന അവസാന തീയതി പറഞ്ഞിരിക്കുന്നത് 23 ഓഗസ്റ്റ് വരെയാണ് നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. കൂടാതെ ഈ റിക്രൂട്ട്മെൻറ്റിലേക്ക് എക്സാമിനേഷൻ മാത്രമേ ഉള്ളൂ. ഫിസിക്കൽ ടെസ്റ്റോ മെഡിക്കൽ ടെസ്റ്റോ ഒന്നുമില്ല. എക്സാമിനേഷൻ മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. നല്ല എമൗണ്ട് സാലറി ഒക്കെ ലഭിക്കുന്നതാണ്. സോ ഫ്രണ്ട്സ്, ഈ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ലിങ്കും അതുപോലെ തന്നെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തേക്കാം. എല്ലാവരും വായിച്ചു നോക്കി വ്യക്തമായിട്ട് വായിച്ചു നോക്കിയ ശേഷം തീർച്ചയായും അപേക്ഷിക്കുക. കാരണം നല്ലൊരു അവസരമാണ്. സോ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ആർമി, നേവി, എയർഫോഴ്സ്, SSC ജോബ് നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ ദിസ് വീഡിയോ. വന്ദേ മാതരം.